കുക്കർ വിസിലടിച്ചാൽ പണ്ട് തൊട്ടേ എനിക്കൊരു പേടിയാണ്. പഴം നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഒരു ഷേക്ക് അടിച്ച് കുടിച്ച്. ഇതാണ് എസ്രയുടെ ചിട്ടി. എസ്രാക്ക് ഇന്ന് പ്ലേ ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സാമഗ്രികളും കൂട്ടിപ്പറക്കി ഞാൻ പുറത്തിറങ്ങി. സ്ട്രോളർ കയറിയ പിന്നെ എസ്ര സൈലൻ്റാണ്. അങ്ങനെ നടന്നു വരുമ്പോഴാണ് ഞാൻ ആകാശത്തിൻ്റെ ആ മനോഹാരിത ശ്രദ്ധിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ആഗ്നനെ ഇസനെ വെയിറ്റ് ചെയ്ത്. ഇതാണ് ഇസ, ക്യൂട്ട് ഇസ. പിന്നെ ആഗ്ന പറയേണ്ട ഓൾവേസ് ബ്യൂട്ടിഫുൾ. നോക്ക്, ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ ഷീസ് അല്ലേ. അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. ഇതാണ് പാർക്ക്, നല്ല വലിയ പാർക്കാണ്. ഞങ്ങൾ സ്വിങ്ങിൽ കയറി. പിന്നെ എൻ്റെ ആട്ടലിൻ്റെ വേഗത കൂടുണ്ടോയെന്ന് എനിക്കൊരു സംശയം. കാരണം എസ്രയുടെ മുഖത്തിൻ്റെ ഭാവം മാറിയപ്പോൾ ഞാൻ നിർത്തി. അത് കഴിഞ്ഞ് എസ്രയുടെ ചില നല്ല ശീലങ്ങൾ കാണാം. ഇസക്ക് ഷൂ എടുത്ത് കൊടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളാ കാണുന്നത്. നല്ല കുട്ടി, അല്ലെങ്കിൽ ഭയങ്കര സീനാണ്. അത് കഴിഞ്ഞ് ലബനീസ് ഷവർമയിൽ നിന്ന് നല്ല ഷവർമ വാങ്ങി. നിങ്ങൾ റിയലുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലെങ്കിലും ലബനീസ് ഷവർമയിലേക്ക് പോകണം. കാരണം അവിടുത്തെ മന്തി ഷവർമ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ അത് കഴിച്ച് ഞങ്ങളിങ്ങനെ നൈസായിട്ട് വണ്ടിക്ക് ഇങ്ങനെ കാത്തിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ പോകാണ്ട് നേരെ ആഗ്നയുടെ വീട്ടിൽ പോയി. കാരണം എൻ്റെ അയൽവാസിയും കുടുംബക്കാരും ഫ്രണ്ടും ഒക്കെ ഇപ്പോൾ ഈ ഫാമിലിയാണ്. എസ്ര ബൗവിൻ്റെ സൗണ്ട് ഉണ്ടാക്കല്ലേ. അത് ഇത് വേറൊരു കാര്യം, ഇത് എസ്രയുടെ മിനി പാർക്കാണ് കേട്ടോ. ഇസ ഒക്കെ മാറിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ മന്തി തിന്നു. ഇത് ലബനീസ് ഷവർമത്തെ മന്തിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ആ സൈഡ് കാണുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തന്ന കരൾ വരട്ടിയത്, അതായത് ലിവർ വരട്ടിയത്. അത് കഴിഞ്ഞ് സുഖമായി കിടന്നുറങ്ങി. ബൈ.